Hello everyone. In the last video, we have discussed about negotiable instruments, characteristics of negotiable instruments, what is a promissory note, etc. So in this video, we are going to learn Bill of Exchange. According to Section 13 of Negotiable Instruments Act 1881, it defines a negotiable instrument as a promissory note, a bill of exchange or a check. So we are going to discuss about one of the negotiable instruments mentioned in Section 13 of Negotiable Instruments Act 1881, that is Bill of Exchange. What is a Bill of Exchange? Section 5 of Negotiable Instruments Act 1881 defines a bill of exchange. It is an instrument in writing. Promissory note പറഞ്ഞ പോലെ തന്നെ bill of exchange is also an instrument in writing containing an unconditional order. Bill of exchange ഒരു unconditional order ആണ്. Conditional order അല്ല. It is an unconditional order signed by the maker. ആരാണോ അത് തയ്യാറാക്കുന്നത് that person sign ചെയ്യുന്നുണ്ട്. Directing a certain person. ഒരു പേഴ്സണെ ഡയറക്റ്റ് ചെയ്യാണ്. It is directing a certain person to pay a sum of money. ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാൻ പേ ചെയ്യാൻ ഒരു പേഴ്സണ് കൊടുക്കുന്ന അൺകണ്ടീഷണൽ ഓർഡർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. It is directing a certain person to pay a certain sum of money only to or to the order of certain person or to the bearer of the instrument. So actually bill of exchange തയ്യാറാക്കുന്നത് സെല്ലറാണ്. പ്രോമിസറി നോട്ടിൽ പറഞ്ഞു പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് ബയർ ആണ്. ബയർ പ്രോമിസ് ചെയ്യാണ് ഞാൻ കൊടുത്തോളാം. ബയർ അക്നോളജ് ചെയ്യാണ് ഞാൻ ഇൻഡെറ്റഡ് ടു എ സെറൻ പേഴ്സൺ എന്ന് പറയാണ്. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെയല്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത് സെല്ലറാണ്. സെല്ലർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെയിൽസ് നടത്തിയിട്ട് ബയറിന് അത് കൊടുത്തിട്ട് ബയറിനോട് ഓർഡർ ചെയ്യാണ് ഇത്ര എമൗണ്ട് ഇന്ന വ്യക്തിക്ക് കൊടുക്കാൻ. ചിലപ്പോൾ അത് ഡ്രോയർക്ക് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സെല്ലർക്ക് തന്നെ ആയിരിക്കാം. അത് കൊടുത്തേക്കണം എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ഓർഡർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. Okay, so bill of exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of certain person or to the bearer of the instrument. ആരാണ് ഇൻസ്ട്രുമെന്റ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാനുള്ള ഡയറക്ഷൻ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉള്ളത്, ആ പേഴ്സണ് കൊടുത്തേക്കണം എന്ന് പറയുന്ന ഓർഡർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ് തയ്യാറാക്കുന്നത്? സെല്ലറാണ്, ക്രെഡിറ്റർ ആണ് തയ്യാറാക്കുന്നത്. ഓക്കെ, പ്രോമിസറി നോട്ട് ഡെറ്റർ ആയിരുന്നു, ബയർ ആയിരുന്നു തയ്യാറാക്കുന്നത്. അത് ബയർ കൊടുക്കുന്ന പ്രോമിസ് ആയിരുന്നു. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ഓർഡർ ആണ്, ബയർക്ക് ഒരു ഓർഡർ ആണ് ഇത് കൊടുത്തേക്കണം എന്ന് പറയുന്നു. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡ്രാഫ്റ്റ്. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുമോ? വെറുതെ ഒരാൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുമോ കൊടുത്തേക്കണമെന്ന്? ആ പേഴ്സൺ കൊടുത്തോളാം എന്നുകൂടി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ലേ അത് ഒരു ഓർഡർ ആവുന്നുള്ളൂ, ആ ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെല്ലർ തയ്യാറാക്കുമ്പോൾ അതൊരു ഡ്രാഫ്റ്റ് ആണ്. ആ ഡ്രാഫ്റ്റ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി മാറണമെങ്കിൽ, അതിൽ പറഞ്ഞ ഓർഡർ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് ബയർ അക്സെപ്റ്റ് ചെയ്യണം. ബയർ അക്സെപ്റ്റ് ചെയ്ത് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അക്സെപ്റ്റഡ് എന്ന് സൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഡ്രാഫ്റ്റായി തയ്യാറാക്കിയ സെല്ലർ തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി മാറുന്നുള്ളൂ. സോ ഓർത്ത് വെക്കുക, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ്. ആ അൺകണ്ടീഷണൽ ഓർഡർ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ, അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആരാണ്? ബയർ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്യണം. ശരി, ഞാൻ കൊടുത്തോളാം എന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയി മാറുകയുള്ളൂ. So this is what defined in section 5 of Negotiable Instruments Act 1881, that bill of exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of certain person or to the bearer of the instrument. This is what clearly defined under section 5. So who all are the parties involved to a bill?
മിനിമം സാധാരണഗതിയിൽ മിനിമം 3 പാർട്ടീസ് വരാറുണ്ട്. ഡ്രോയർ, ഡ്രോയി ആൻഡ് ദ പേയി. ഡ്രോയർ ആരാണ് ഇവിടെ ഡ്രോയർ? സെല്ലർ ഈസ് ദ ഡ്രോയർ. ഡ്രോയർ ഈസ് ദ പേഴ്സൺ ഹു ഗിവ്സ് ദ ഓർഡർ ടു പേ ഓർ ഹു മേക്സ് ദ ബിൽ. ആരാണ് ബിൽ തയ്യാറാക്കുന്നത്? ആ പേഴ്സൺ ആണ് ഡ്രോയർ. ആരാണ് ഓർഡർ കൊടുക്കുന്നത്? ആ പേഴ്സൺ ആണ് ഡ്രോയർ. Here seller is a person, creditor is a person who makes the bill. So drawer is a creditor, drawer is a seller. The person who is directed to pay is called drawee. When the drawee accepts the bill, he is called acceptor. ആരോ ഒരാള് പേയ്മെന്റ് നടത്തിക്കൊള്ളണം എന്ന് പറയുന്ന ഓർഡർ ആണല്ലോ. ആർക്കാണ് ആ ഓർഡർ കൊടുക്കുന്നത്? ആ പേഴ്സൺ ആണ് ഡ്രോയി. ഹി ഈസ് എ പേഴ്സൺ ഹു ഈസ് ഡയറക്റ്റഡ് ടു പേ. നിങ്ങൾ കൊടുക്കണം. ബയർ ആണ് ഇവിടെ ഡ്രോയി. എപ്പോഴാണ് ആ ബയർ ഒരു അക്സെപ്റ്ററായി മാറുന്നത്? സെല്ലർ തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് ഓക്കെ ഞാൻ കൊടുത്തോളാം എന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡ്രോയി ബിക്കംസ് ദ അക്സെപ്റ്റർ ആൻഡ് ഡ്രാഫ്റ്റ് ഓഫ് ദാറ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കംസ് എ ലീഗൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. So the person who is directed to pay is called the drawee. When the drawee accepts the bill, he is called acceptor. Buyer accept ചെയ്യും. ഓക്കെ ഞാൻ കൊടുത്തോളാം എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ആ പേഴ്സൺ ആണ് ഡ്രോയി അല്ലെങ്കിൽ അക്സെപ്റ്റർ. And the person to whom the payment is to be made. ആർക്കാണ് പേയ്മെന്റ് കൊടുക്കുന്നത്? ആ പേഴ്സൺ ആണ് പേയി. മിക്കവാറും അത് സെല്ലർ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയർ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയർ പറഞ്ഞിട്ടുള്ള മറ്റൊരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ പേയി എന്ന് പറയുന്നത് സംടൈംസ് ഒരേ പേഴ്സൺ ആയിരിക്കാം. ഡ്രോയറോ അല്ലെങ്കിൽ പേയിയോ സെയിം പേഴ്സൺ ആയി മാറാം എന്നുള്ളതാണ്. ഓക്കെ, സോ ദർ ആർ 3 parties involved to a bill: drawer, drawee and the payee. Drawer is a person who gives the order. ഇവിടെ ആരാണ് ഓർഡർ കൊടുക്കുന്നത്? സെല്ലർ ആണ് ഓർഡർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബിൽ തയ്യാറാക്കുന്ന വ്യക്തിയാണ് ഡ്രോയർ. ദെൻ ഓക്കെ ഞാൻ കൊടുത്തോളാം എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ബയർ ആണ് ഡ്രോയി. ദ പേഴ്സൺ ഹു ഈസ് ഡയറക്റ്റഡ് ടു പേ, ഡയറക്ഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ കൊടുത്തോളണം. ആർക്കാണ് ആ ഡയറക്ഷൻ കൊടുക്കുന്നത്? ആ ഡയറക്ഷൻ കിട്ടിയ ആള് ഡ്രോയി ആണ്. ഓക്കെ ഞാൻ കൊടുത്തോളാം എന്ന് അയാൾ സമ്മതിക്കുമ്പോൾ ഹി ബിക്കംസ് അക്സെപ്റ്റർ. Then the person to whom the payment is to be made is called payee. ആർക്കാണ് പേയ്മെന്റ് കൊടുക്കേണ്ടതെന്ന് ആ ഓർഡറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ആ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊണ്ടുവരുന്ന ആൾക്ക് ആ പേഴ്സൺ ആണ് പേയി എന്ന് പറയുന്നത്. സംടൈംസ് ഡ്രോയറും പേയിയും സെയിം പേഴ്സൺ ആയിട്ട് വരാറുണ്ട്. Where the payee named in a bill is a fictitious or non-existing person, the bill is treated as payable to bearer. ചിലപ്പോൾ പേയി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു വ്യക്തിയല്ല, ഒരു പേഴ്സൺ അല്ല, ഒരു നോൺ എക്സിസ്റ്റിംഗ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ആണ് എങ്കിൽ ആരാണോ ബിൽ കൊണ്ടുവരുന്നത് ആ പേഴ്സൺ ആണ് നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കുന്നത്. ദാറ്റ് times the bill is treated as payable to bearer. ആരാണ് കൊണ്ടുവരുന്നത്, ആരാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ആരാണ് അത് എൻഡോസ് ചെയ്തിരിക്കുന്നത്, ആ പേഴ്സൺ അത് കൊടുക്കും. ഓക്കെ, ഇൻ സം കേസസ് ഡ്രോയർ ആൻഡ് പേയി മേ ബി വൺ ഓർ സെയിം പേഴ്സൺ. ഡ്രോയറോ പേയിയോ ഒരേ പേഴ്സൺ ആയിരിക്കും. സെല്ലർ തന്നെ എനിക്ക് തന്നേക്കണം എന്ന് പറയും. സോ സെല്ലർ ആണ് അവിടെ ഡ്രോ ചെയ്യുന്നത്. സോ ഹി ഈസ് എ ഡ്രോയർ. ആർക്കാണ് പേയ്മെന്റ് കൊടുക്കുന്നത്? സെല്ലർക്ക് തന്നെ. സോ സെല്ലർ തന്നെ പേയിയും ആവും. Okay, then what are the essential elements of bill of exchange? First one, it should be in writing. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് in writing നെ കുറിച്ച്. പ്രോമിസറി നോട്ട് പറഞ്ഞപ്പോൾ the instrument should be writing. Writing includes print and typewriting and may also be in ink or pencil. Even in bill of exchange പെൻസിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കൂടി bill of exchange will be valid in those cases also. So the first essential element of bill of exchange is it should be in writing. Second one, it is an order to pay. അതൊരു ഓർഡർ ആണ്. പ്രോമിസറി നോട്ട് ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ. ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന പ്രോമിസ് ആയിരുന്നെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ഈസ് എൻ ഓർഡർ ടു പേ. ഇത് കൊടുക്കുകയാണ് ഒരു ഓർഡർ ഒരു പേഴ്സണ് കൊടുത്തേക്കണം എന്ന്. So it is an order to pay. Then it should contain an unconditional order. അതിൽ കണ്ടീഷണൽ ഓർഡർ, ഇന്ന കാര്യം ചെയ്താൽ കൊടുത്താൽ മതി എന്നുള്ള കണ്ടീഷൻ ഒന്നും വെച്ചിട്ടില്ല. അത് വെറും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവുകയുള്ളൂ. സൈൻഡ് ബൈ ദ ഡ്രോയർ. ആരാണ് ഇവിടെ ഡ്രോയർ? ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ അല്ലെങ്കിൽ സെല്ലർ ഇസ് എ പേഴ്സൺ. സോ സെല്ലർ അത് സൈൻ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് സൈൻഡ് ബൈ ദ മേക്കർ എന്ന് പറഞ്ഞത്. മേക്കർ തന്നെ അത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. Certain parties, it should be specific. ആരാണ് ഡ്രോയർ, ആരാണ് ഡ്രോയി.
എന്ന് ക്ലിയർ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എത്ര എമൗണ്ട് ഓഫ് മണിയാണ് കൊടുക്കുന്നതെങ്കിൽ കൃത്യമായി പറയണം. അല്ലാതെ ലെസ് ദാൻ 20,000, മോർ ദാൻ 20,000, ഇൻ ബിറ്റ്വീൻ 20,000 and 50,000 അങ്ങനെയുള്ള എമൗണ്ട്സ് ഒന്നും പറ്റില്ല. ഒരു സീരീസ് ഓഫ് എമൗണ്ട്സ് ഒന്നും പറ്റില്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. Then it is in order to pay money only. Bill of exchange എന്ന് പറയുന്നത് മണി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഓർഡർ കൊണ്ടു തരുമ്പോൾ നിങ്ങൾ കുറച്ച് പെപ്പർ കൊടുക്കണം, കുറച്ച് റബ്ബർ കൊടുക്കണം, ഇങ്ങനെയൊന്നുള്ള ഓർഡർ അല്ല. ഇറ്റ് ഈസ് in order to pay money. ഓക്കെ. ദെൻ ചില ഫോർമാലിറ്റീസ് ഉണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ, നമ്പർ, ഡേറ്റ്, പ്ലേസ്, ഇതൊന്നും അത്ര എസെൻഷ്യൽ അല്ലെങ്കിലും ഇറ്റ് ഷുഡ് ബി there. Then it must affix necessary stamp. എമൗണ്ട് അനുസരിച്ച് എത്ര രൂപയുടെ സ്റ്റാമ്പ് ആണോ സ്റ്റാമ്പ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ മാത്രമാണ് ഇതൊരു ലീഗൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുന്നുള്ളൂ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ ദീസ് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതൊരു എക്സാമ്പിൾ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ. 60 days after the date paid to Vasundhara Joshi. കണ്ട, 60 days after the date. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു ഡേറ്റ് ഉണ്ടാവും. ഏറ്റവും താഴെ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 10th January 2011. 60 ദിവസത്തിന് ശേഷം ഇത് കൊണ്ടുവരുമ്പോൾ കൊടുത്തോളൂ, കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ ആണ്. 60 days after date paid to, പ്രോമിസ് ഒന്നല്ലത്, paid to, it's an order. Paid to Vasundhara Joshi or his or her order the sum of rupees 19,500 only for the value received. ഞാൻ റിസീവ് ചെയ്ത വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്ത വാല്യൂന് ഈക്വലന്റ് ആയ 9,500 rupees കൊടുത്തേക്കണം എന്ന ഒരു ഓർഡർ ആണ്. അത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കണ്ടീഷൻ പറഞ്ഞ ഡേറ്റിലാണ്. ആഫ്റ്റർ 60 days എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് മണി ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു പേഴ്സൺ അത് എന്താണ് കൊടുക്കുകയാണ്. അത് തയ്യാറാക്കുന്നത് രാജേഷ് പട്ടേൽ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. അത് കൊടുക്കുന്നത് രാജ്നാഥ് ഗാന്ധിക്കാണ്. ആ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, രാജ്നാഥ് അത് അക്സെപ്റ്റഡ് സീൽ വെച്ച് സൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈ അക്സെപ്റ്റഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് രാജേഷ് പട്ടേൽ എന്ന് പറയുന്ന പേഴ്സൺ ആണ് തയ്യാറാക്കുന്നത്. ആ പേഴ്സൺ തയ്യാറാക്കുമ്പോൾ ദിസ് ഇസ് ജസ്റ്റ് എ ഡ്രാഫ്റ്റ്. ഇത് ഡ്രാഫ്റ്റ് ഒരു ലീഗൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആവണമെങ്കിൽ ആർക്ക് ഓർഡർ കൊടുത്തോ, അതായത് രാജ്നാഥിനാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. സോ രാജ്നാഥ് അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ കൊടുത്തോളാം എന്ന് അക്സെപ്റ്റ് ചെയ്ത് അവര് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള സ്റ്റാമ്പിന്റെ മുകളിൽ സൈൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, സോ വി ഹാവ് ലേൺഡ് 2 categories, അതായത് പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രോമിസറി നോട്ട് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? First one, regarding the parties. In case of promissory note, there are 2 parties involved to promissory note, maker and payee. പക്ഷെ bill of exchange ല് drawer, drawee and payee. Then drawer and payee may be one person. ഒരേ ചില സമയങ്ങളിൽ ഡ്രോയറും പേയും ഒരേ പേഴ്സൺ ആയിട്ട് വരാറുണ്ട്. പക്ഷെ പ്രോമിസറി നോട്ടിലോ മേക്കറും പേയും ഒരേ ആളായിട്ട് വരില്ല. കാരണം പ്രോമിസറി നോട്ടിലെ മേക്കർ ബയർ ആണ്. ബയർ പൈസ കൊടുക്കുകയാണ് പേയ്ക്ക്. അപ്പൊ ഒരിക്കലും മേക്കറും പേയും പ്രോമിസറി നോട്ടിൽ സെയിം പേഴ്സൺ ആയിട്ട് വരില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പക്ഷേ ഡ്രോയറും, അതായത് മേക്കർ എന്ന് പറഞ്ഞ സെല്ലറാണ്, സെല്ലർക്ക് തന്നെ പൈസ തരണം എന്നുള്ള ഓർഡർ ആയിരിക്കാം. സോ ഡ്രോയർ ആൻഡ് പേയി മൈറ്റ് ബി സെയിം പേഴ്സൺ. Then in case of promissory note, it contains an unconditional undertaking or unconditional promise. But in case of bill of exchange, it is an unconditional order. Then who is a maker of promissory note? Debtor is a maker of promissory note. While in case of bill of exchange, it is creditor or seller is the maker of the bill of exchange. Then what is the liability of a maker? In case of promissory note, it is primary and absolute. അത് പ്രൈമറി ആയിട്ടുള്ള ലയബിലിറ്റി ആണ്. ബട്ട് കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ഈസ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. അത് സെക്കൻഡറി ആണ്, കണ്ടീഷണലും ആണ്. ദെൻ കാരണം മേക്കർ ആരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ? സെല്ലറാണ് അല്ലേ. ദെൻ പേയബിൾ ടു മേക്കർ. ഇൻ കേസ് ഓഫ് പ്രോമിസറി നോട്ട് ഇറ്റ് കനോട്ട് ബി മെയ്ഡ് പേയബിൾ ടു മേക്കർ. മേക്കർക്ക് അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയറും അതേപോലെ പേയും ഒരേ പേഴ്സൺ ആയിട്ട് വരാം എന്നുള്ളതാണ്, ഒരു ഡിഫറൻസ് ആണ്. Then acceptance, there is no acceptance in case of promissory note, but in case of bill of exchange, it requires acceptance by the drawee, because this bill of exchange was drawn by
seller, and that bill of exchange should be accepted by the drawee. So then only it becomes a legal bill of exchange or a legal negotiable instrument. Then immediate relation by the maker. In case of promissory note, the immediate relation will be with the payee, but in case of bill of exchange, it will be with the acceptor and not the payee. Payee ആയിട്ടല്ല ഉണ്ടാവുക മിക്കവാറും, acceptor ആയിട്ടാണ് മിക്കവാറും direct ഒരു relation വരുന്നത്. In case of notice of dishonor, no notice is required in case of promissory note, but in case of bill of exchange, the notice should be given to all persons who are to be made liable to pay. എല്ലാ പേഴ്സൺസിനും നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവണം ഡിസോണർ ആവുന്ന സമയത്ത്. അതിനുശേഷമാണ് അതിന്റെ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് പോകുന്നത്. പക്ഷെ പ്രോമിസറി നോട്ടിൽ നമ്മൾ പറഞ്ഞു he can directly he has a right to sue in case of promissory note. In case of payable to bearer, for promissory note it cannot be drawn payable to bearer, but in case of bill of exchange it can be so drawn. So these are the differences between promissory note and bill of exchange. The main difference is promissory note is the maker of promissory note is actually the buyer. In case of bill of exchange, it is the seller who makes the bill of exchange. When that draft made by the seller accepted by the buyer, then it becomes a negotiable instrument. Both these promissory note and bill of exchange are negotiable instrument. It is specifically mentioned under section 13 of Negotiable Instruments Act 1881 that promissory note and bill of exchange are legal negotiable instruments. So from this video, I hope you understand what a bill of exchange, what are the essential elements of bill of exchange, who all are the parties involved in the bill of exchange, and what are the major differences between promissory note and bill of exchange. Thank you.